പാഠ്യപദ്ധതിയിൽ ഹിന്ദി ഭാഷ നിർബന്ധിതമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ രംഗത്തെത്തി. ഭാരതത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന തരത്തിലുള്ള ഭാഷാപരമായ അടിച്ചേൽപ്പിക്കൽ ആണ് ഇതെന്നും ഇതിനെ ശക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി സ്കൂൾ തലത്തിൽ ഹിന്ദി നിർബന്ധിത വിഷയമാക്കിക്കൊണ്ടുള്ള പുതിയ പരിഷ്കാരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സ്റ്റാലിൻ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ പ്രതികരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടി വിവേചനപരമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു രാജ്യം ഒരു ഭാഷ എന്ന BJPയുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് സ്റ്റാലിൻ ആരോപിച്ചു. വൈവിധ്യമാർന്ന ഭാഷകളും സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഒരു പ്രത്യേക ഭാഷയ്ക്ക് മാത്രം മുൻഗണന നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജേന ഹിന്ദിക്ക് പ്രത്യാവകാശം നൽകാനാണ് NDA സർക്കാർ ശ്രമിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ഭാഷാ പൈതൃകത്തെ മനഃപൂർവ്വം അവഗണിക്കുന്നതിന് തുല്യമാണെന്ന് സ്റ്റാലിൻ തന്റെ പോസ്റ്റിൽ കുറിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മേൽ മാത്രം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. അഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദി നിർബന്ധമാക്കുന്നത് പോലെ ഹിന്ദി മാതൃഭാഷയായ സംസ്ഥാനങ്ങളിൽ തമിഴോ കന്നഡയോ മലയാളമോ പഠിക്കുന്നത് നിർബന്ധമാക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. ഭാഷാപരമായ ഈ വിവേചനം രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക ഭാഷകൾക്ക് നൽകേണ്ട പ്രാധാന്യം കുറച്ചുകൊണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനഭാരം വർദ്ധിപ്പിക്കുക മാത്രമല്ല അവരുടെ സാംസ്കാരിക സ്വത്വത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CBSEയുടെ പുതിയ നിർദ്ദേശപ്രകാരം 10ാം ക്ലാസ് വരെ 3 ഭാഷകൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൽ 2 ഭാഷകൾ ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണം എന്ന നിബന്ധനയുടെ മറവിലാണ് ഹിന്ദി കടത്തിവിടാൻ ശ്രമം നടക്കുന്നത്. ഇത് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഭാഷാ സമരങ്ങളുടെ നീണ്ട ചരിത്രമുള്ള തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഈ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെ വളർന്നു വന്ന DMK കേന്ദ്രത്തിന്റെ ഓരോ നീക്കത്തെയും അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഹിന്ദി സംസാരിക്കാത്ത ജനവിഭാഗങ്ങളെ 2ാം തരം പൗരന്മാരായി കാണുന്ന രീതിയാണിതെന്ന് സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. ശാസ്ത്രീയവും യുക്തിസഹവുമായ വിദ്യാഭ്യാസത്തിന് പകരം പ്രത്യയശാസ്ത്രപരമായ താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് പുതിയ വിദ്യാഭ്യാസ നയം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരം ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് DMK ആരോപിക്കുന്നു. വിദ്യാഭ്യാസത്തെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതിന്റെ ദോഷഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി. തമിഴ് ഭാഷയുടെ പൗരാണികതയെയും ശ്രേഷ്ഠതയും അംഗീകരിക്കാൻ മടിക്കുന്ന കേന്ദ്രം ഹിന്ദി ആഗോള ഭാഷയെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് ശുദ്ധമായ അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ് ജനതയുടെ വികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളും വിദ്യാഭ്യാസ വിചക്ഷണരും സ്റ്റാലിന്റെ നിലപാടിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാതൃഭാഷാ പഠനത്തെ തകർക്കുന്ന ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് വിവിധ തമിഴ് സംഘടനകൾ വ്യക്തമാക്കി. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ദക്ഷിണേന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലയിലും മത്സര പരീക്ഷണങ്ങളിലും തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. ഒരു ഭാഷയുടെ ആധിപത്യം മറ്റു ഭാഷകളിൽ വളർച്ചയെ മുരടിപ്പിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പ്രാദേശിക ഭാഷകൾക്ക് ഭീഷണി നേരിടുന്ന സാഹചര്യം അദ്ദേഹം ഉദാഹരണമായി കാട്ടി. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സർക്കാരിന് ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയില്ലെന്നും സ്റ്റാലിൻ വിമർശിച്ചു. തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്ന ദ്വിഭാഷാ നയത്തിൽ യാതൊരു മാറ്റവും വരുത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഹിന്ദി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തില്ലെന്ന കർശന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. CBSE സ്കൂളുകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ ഈ തീരുമാനം ബാധിക്കും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വലിയൊരു വിഭാഗം ആശങ്കയിലാണ്. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ ഇവർ പ്രതിഷേധിക്കുന്നു. ഹിന്ദി നിർബന്ധമാക്കാനുള്ള ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും തുല്യ പരിഗണന നൽകണമെന്നും സ്റ്റാലിൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. 8ാം ഷെഡ്യൂളിലെ എല്ലാ ഭാഷകളെയും ഒരേപോലെ ബഹുമാനിക്കാൻ കേന്ദ്രം തയ്യാറാകണം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്രത്തിന്റെ നീക്കങ്ങൾക്കെതിരെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിയുടെ ഐക്യനിര രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് DMK. കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രതികരണങ്ങളും സ്റ്റാലിൻ ഉറ്റുനോക്കുന്നു. ഭാഷാപരമായ വിവേചനം അവസാനിപ്പിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി തെരുവിലിറങ്ങുമെന്ന് തമിഴ് സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റാലിന്റെ എക്സ്പോസ്റ്റ് ഇതിനോടകം തന്നെ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയുടെ ബഹുസ്വരത കാത്തുസൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സ്റ്റാലിൻ തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഈ ഭാഷാ രാഷ്ട്രീയം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യൻ ഭാഷകളുടെ വൈവിധ്യത്തെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് സ്റ്റാലിൻ ചോദിക്കുന്നു. ഒരു ജനതയുടെ സംസ്കാരം അവരുടെ ഭാഷയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതിന്മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു.